സ്വഹാബികളോടൊപ്പം അജ്ഞതയുടെയും അഹന്തയുടെയും തടവറകളിൽ നിന്ന് വിശ്വാസത്തിൻ്റെ തണലിലേക്കും വിശാലതയിലേക്കും യാത്ര ചെയ്ത സമർപ്പണത്തിൻ്റെയും രക്തസാക്ഷിത്വത്തിൻ്റെയും വഴികളിൽ മായാത്ത പാദമുദ്രകൾ പതിപ്പിച്ച സ്വഹാബാക്കളുടെ ജീവൻ തുടിക്കുന്ന സാക്ഷ്യങ്ങളിലൂടെ നമുക്കും ഒരൽപ്പം നടക്കാം. ഹിന്ദ് ബിൻത്ത് ഉത്ബ. മക്ക വിജയത്തിൻ്റെ അനർഘ നിമിഷങ്ങൾ. ഇസ്ലാമിനെ നഖശിഖാന്തം എതിർത്തുവന്ന ചില ഖുറൈശി നേതാക്കളുടെ ഭാര്യമാർ ഉൾപ്പെട്ട വനിതാ സംഘം നബിയെ അന്വേഷിച്ചെത്തി. തിരുമേനിയുടെ മുമ്പിൽ വെച്ച് ഇസ്ലാം സ്വീകരിച്ച് പ്രതിജ്ഞയെടുക്കുകയാണ് ഉദ്ദേശം. നബി അവരെ സന്തോഷത്തോടെ സ്വീകരിച്ചിരുത്തി. അള്ളാഹുവോട് ഒന്നിനെയും പങ്കുചേർക്കുകയില്ലെന്ന് നിങ്ങൾ എന്നോട് പ്രതിജ്ഞ ചെയ്യുക, നബി നിർദ്ദേശിച്ചു. സംഘത്തെ നയിച്ചിരുന്ന മുഖംമൂടി ധരിച്ച അജ്ഞാത സ്ത്രീയാണ് അതിന് മറുപടി പറഞ്ഞത്. അള്ളാഹുവിനോടൊപ്പം മറ്റൊരു ദൈവമുണ്ടെങ്കിൽ അതിൻ്റെ കഴിവ് ഞങ്ങൾ കാണേണ്ടിയിരുന്നു. നിങ്ങൾ മോഷ്ടിക്കരുത്. സ്വതന്ത്ര സ്ത്രീ മോഷ്ടിക്കുമോ? അജ്ഞാത സ്ത്രീ അഭിപ്രായപ്പെട്ടു. എന്നിട്ട് ഒരു സംശയം ഉന്നയിച്ചു. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂലെ, അബൂ സുഫിയാൻ പണം കൈവിടാത്ത ആളാണ്. അദ്ദേഹത്തിൻ്റെ ധനത്തിൽ നിന്ന് അദ്ദേഹം അറിയാതെ കുട്ടികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ ഞാൻ എടുക്കാറുണ്ട്. നിനക്കും നിന്റെ കുട്ടികൾക്കും മര്യാദപ്രകാരം വേണ്ടത് എടുത്തോളൂ. ഈ ചോദ്യം നബിയിൽ സംശയമുണർത്തി. തൻ്റെ മുന്നിലിരിക്കുന്ന ഈ സ്ത്രീ ആരാണ്? അബൂ സുഫിയാൻ്റെ ഭാര്യയല്ലേ? തൻ്റെ പിതൃവ്യനും ഇസ്ലാമിൻ്റെ വീരസിംഹവുമായിരുന്ന ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബിൻ്റെ കരൾ മാന്തിയെടുത്ത് ചവച്ചു തുപ്പിയ ഹിന്ദ്. നീ ഹിന്ദ് തന്നെയല്ലേ? സംശയം തീർക്കാൻ നബി ചോദിച്ചു. ഈ സമയം അവർ മുഖം മൂടി നീക്കി. ആ കണ്ണുകളിൽ നിന്ന് ബാഷ്പകണങ്ങൾ അടർന്നു വീണു. പശ്ചാത്താപഭരിതയായി ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അവർ വിതുമ്പിക്കൊണ്ടിരുന്നു. തൻ്റെ പാപഭാരം കണ്ണുനീരുകൊണ്ട് കഴുകുകയാവാം അവർ. അങ്ങ് തീർച്ചയായും അള്ളാഹുവിൻ്റെ ദൂതൻ തന്നെ. എനിക്ക് അങ്ങ് മാപ്പ് തന്നാലും അള്ളാഹു അങ്ങേക്ക് മാപ്പ് തരും, ഹിന്ദ് ദയനീയ ഭാവത്തിൽ അപേക്ഷിച്ചു. അള്ളാഹു നിനക്ക് മാപ്പ് തരട്ടെ. നബി തിരുമേനി അവർക്ക് മാപ്പ് നൽകി. നബിയുടെ വാക്കുകൾ ഹിന്ദിൻ്റെ നീറുന്ന മനസ്സിനെ തണുപ്പിച്ചു. താൻ പുതിയ ഒരു ജന്മം പ്രാപിച്ചു കഴിഞ്ഞതായി തോന്നി അവർക്ക്. ഹിന്ദ് ബിൻത്ത് ഉത്ബത്ത്. ഇസ്ലാമിൻ്റെയും നബിയുടെയും ബദ്ധശത്രുവാണ് ആ സ്ത്രീ. ശത്രുതയുടെ ഈറ്റിലത്തിലാണ് അവർ വളർന്നതും ജീവിച്ചതും. ഉത്ബത്ത്, ഷെയ്ബത്ത് സഹോദരന്മാർ നബിയെയും അശരണരായ മുസ്ലിങ്ങളെയും ചെയ്ത ദ്രോഹങ്ങൾക്ക് കണക്കില്ല. ഈ ഉത്ബത്തിൻ്റെ മകളും ഷെയ്ബത്തിൻ്റെ സഹോദരപുത്രിയുമായതിൽ ഊറ്റം കൊള്ളുന്നവളാണ് ഹിന്ദ്. ഇതിന് മകുടം ചാർത്തുമാർ ഇസ്ലാമിനെതിരായ യുദ്ധത്തിൽ ഖുറൈശികളുടെ പടത്തലവനായ അബൂ സുഫിയാനുബിന് ഹർബ് ഭർത്താവും. ഇങ്ങനെ മക്കയിൽ ഖുറൈശികൾക്കിടയിൽ ഉന്നത സ്ഥാനം അലങ്കരിക്കുന്ന ഹിന്ദ് സ്ത്രീകളെയും പുരുഷന്മാരെയും നബിക്കെതിരിൽ അണിനിരത്തുന്നതിൽ ആരുടെയും പിന്നിലായിരുന്നില്ല. ഇസ്ലാമിനെ 6 അടി മണ്ണിൽ കുഴിച്ചുമൂടുമെന്നും മുഹമ്മദിൻ്റെയും അനുയായികളുടെയും കഥ കഴിക്കുമെന്നും വീരവാദം മുഴക്കി ബദർ യുദ്ധത്തിന് പോയ പല ഖുറൈശി പ്രമുഖന്മാരും മടങ്ങി വന്നില്ല. മുസ്ലിങ്ങളോട് ഏറ്റുമുട്ടി മരിച്ചവരുടെ കൂട്ടത്തിൽ ഹിന്ദിൻ്റെ പിതാവ് ഉത്ബയും സഹോദരൻ വലീദും പിതൃവ്യൻ ഷെയ്ബത്തും മകൻ അബൂ ഖൈസും പെടും. ഇതോടെ ഹിന്ദിൻ്റെ വിരോധം ശതഗുണീഭവിച്ചു. ഹൃദയത്തിൽ പ്രതികാരവാഞ്ച ആളിക്കത്തി. ബദറിലെ തോൽവിക്ക് കനത്ത തിരിച്ചടി നൽകുകയെന്നതായിരുന്നു ഖുറൈശികളുടെ ചിന്ത മുഴുവൻ. ഹിന്ദും കൂട്ടുകാരികളും പുരുഷന്മാരിൽ ആവേശം പകർന്നുകൊണ്ടിരുന്നു. നബിക്ക് മറക്കാത്ത ഒരു പാഠം നൽകണം. അദ്ദേഹത്തെയോ അദ്ദേഹത്തിൻ്റെ അടുത്ത കുടുംബാംഗങ്ങളും മുസ്ലിം സൈന്യത്തിൻ്റെ നട്ടെല്ലുമായ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ്, അലി ബിൻ അബി ത്വാലിബ് എന്നിവരിൽ ആരെയെങ്കിലുമോ കൊന്നാലേ ബദറിന് പകരമാവൂ. ഈ 2 വ്യക്തികളുടെ കൈകൊണ്ടാണ് ഖുറൈശി നേതാക്കളിൽ പലരും കൊല്ലപ്പെട്ടത്. ഈ ചുമതല ഏറ്റെടുത്തത് വഹ്ഷി എന്ന അടിമയാണ്. വഹ്ഷി ഒരു പോരാളിയല്ല. യുദ്ധത്തിൽ അവന് പ്രത്യേകം താൽപ്പര്യവുമില്ല. ചാട്ടുളി എറിയാൻ മിടുക്കനാണ്. മേൽപ്പറഞ്ഞ 3 മുസ്ലിം നേതാക്കളിൽ ഒരാളെ കൊന്നാൽ സ്വതന്ത്രനാവുമെന്നും കൈനിറയെ ഇനാം കിട്ടുമെന്നും കേട്ടപ്പോൾ ആ ഭാഗ്യപരീക്ഷണത്തിന് അവൻ തയ്യാറെടുത്തു.
ബദറിൽ സ്വന്തക്കാർ നഷ്ടപ്പെട്ട ഖുറൈശി വനിതകളെല്ലാം വഹ്ഷിയെ അനുഗ്രഹിച്ചു. കൂട്ടത്തിൽ ഹിന്ദ് തന്റെ വിലപിടിച്ച ആഭരണങ്ങൾ മുഴുവൻ അവന് സമ്മാനിക്കാമെന്ന് ഏറ്റു. ദൃഢനിശ്ചയത്തോടെ ഖുറൈശിപ്പട അബൂ സുഫിയാന്റെ നായകത്വത്തിൽ മദീനയെ ലക്ഷ്യമാക്കി നീങ്ങി. യോദ്ധാക്കളിൽ ആവേശം പകരാനും മുസ്ലിങ്ങളുടെ ദയനീയ പരാജയം നേരിൽ കണ്ട് ആസ്വദിക്കാനും ഹിന്ദ് അടക്കമുള്ള ഒരു സംഘം വനിതകളും അവരെ അനുധാവനം ചെയ്തു. സൈന്യം യുദ്ധത്തിനായി ഉഹദ് താഴ്വരയിൽ അണിനിരന്നപ്പോൾ ഹിന്ദ് നീട്ടിപ്പാടി: മുന്നേറിയാൽ നിങ്ങളെ ഞങ്ങൾ വാരിപ്പുണരും, കസ്തൂരി തെളിച്ച പട്ടുമെത്തയിൽ നിങ്ങളെ ഞങ്ങൾ സ്വീകരിക്കും, അഥവാ പിൻവാങ്ങിയാൽ നിർദാക്ഷിണ്യം നിങ്ങളെ ഞങ്ങൾ ഒഴിവാക്കും. കൂട്ടുകാരികൾ അത് ഏറ്റുപാടി. യുദ്ധത്തിന്റെ തുടക്കം കണ്ട് ഹിന്ദ് അന്ധാളിച്ചുപോയി. പ്രതിയോഗികളെ വെട്ടിവീഴ്ത്തി മുസ്ലിം സൈന്യം മുന്നേറുന്നു. ഹംസയും അലിയും പോർക്കളം നിറഞ്ഞു നിൽക്കുകയാണ്. അവരെ നേരിടാനാവാതെ ഖുറൈശികൾ പിൻവാങ്ങിക്കൊണ്ടിരിക്കുന്നു. പാട്ടുപാടിയും ദഫ്ഫുകൊട്ടിയും ഹിന്ദും കൂട്ടുകാരികളും അവരെ പ്രോത്സാഹിപ്പിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല. സമരമുഖത്ത് നിന്ന് അവർ കൂട്ടത്തോടെ പിന്തിരിഞ്ഞോടി. അവരുടെ പിന്നാലെ ഓടാനേ ഹിന്ദിന് കഴിഞ്ഞുള്ളൂ, ഇല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ പിടിയിൽ അകപ്പെടും. പെട്ടെന്ന് പിറകിൽ നിന്ന് കോലാഹലം കേട്ട് തിരിഞ്ഞു നോക്കി. ഖാലിദ് ബിനുൽ വലീദിന്റെയും ഇക്രിമത്ത് ബിൻ അബീ ജഹലിന്റെയും നേതൃത്വത്തിലുള്ള ഖുറൈശി കുതിരപ്പട മുസ്ലിങ്ങളുടെ മേൽ ചാടി വീണ് ആക്രമണം നടത്തുന്നു. ഹിന്ദ് യുദ്ധസ്ഥലത്തേക്ക് തന്നെ മടങ്ങിപ്പോയി. രംഗം ശ്വാസമടക്കിപ്പിടിച്ച് നോക്കി നിന്നു. ഘോരയുദ്ധം. ഖുറൈശി കുതിരപ്പട മുസ്ലിങ്ങളെ വെട്ടിവീഴ്ത്തുന്നു. മുസ്ലിങ്ങൾക്കാണ് ഇത്തവണ പരാജയം. വഹ്ഷി തന്റെ നേരെ നടന്നു വരുന്നത് കണ്ടപ്പോൾ ഹിന്ദിന്റെ ഹൃദയമിടിപ്പിന് വേഗം കൂടി. അവൻ അടുത്തെത്താൻ ക്ഷമയില്ലാതെ അവർ വിളിച്ചു ചോദിച്ചു: എന്തുണ്ട് വിശേഷം? പിതാവിന്റെ ഘാതകനെ കൊന്നാൽ ഹിന്ദ് എനിക്ക് എന്തു തരും? എൻ്റെ ആഭരണം മുഴുവൻ നിനക്കുള്ളതാണ്. അവർ അബോധാവസ്ഥയിലെന്നോണം കഴുത്തിലും വിരലുകളിലും കൈകളിലും കാലുകളിലുമുള്ള സ്വർണ്ണാഭരണങ്ങൾ ഓരോന്നോരോന്നായി അവന് അഴിച്ചുകൊടുത്തു. എന്നിട്ട് ഹിന്ദും കൂട്ടുകാരികളും അവനെ വിളിച്ചിരുത്തി ഹംസയെ കൊന്ന രംഗം വിശദമായി ചോദിച്ചറിഞ്ഞു. അനന്തരം ഹംസയുടെ മൃതദേഹം കിടക്കുന്ന സ്ഥലം കാണിച്ചു കൊടുക്കാൻ വഹ്ഷിയോട് ഹിന്ദ് ആവശ്യപ്പെട്ടു. അവരെ അവൻ കൂട്ടിക്കൊണ്ടുപോയി. മറ്റു സ്ത്രീകളും അവരെ അനുഗമിച്ചു. ഹംസയുടെ മൃതദേഹത്തിനടുത്ത് എത്തിയതും ഹിന്ദ് അതിന്മേൽ ചാടി വീണ് കഠാരി കൊണ്ട് ഉദരം കുത്തിക്കീറി കരൾ മാന്തിയെടുത്ത് ചവച്ചു തുപ്പി. ഇതുകൊണ്ടും അരിശം തീരാതെ അദ്ദേഹത്തിന്റെ കാതുകളും മൂക്കും അരിഞ്ഞെടുത്ത് മാല കോർത്ത് കഴുത്തിലിട്ടു. ഈ സമയം കൂട്ടുകാരികൾ മറ്റു മൃതദേഹങ്ങൾ വികൃതമാക്കി ആനന്ദിച്ചുകൊണ്ടിരുന്നു. ആഹ്ലാദം കൊണ്ട് മതിമറന്ന ഹിന്ദ് മുസ്ലിങ്ങൾ കാണത്തക്ക വിധം ഒരു പാറപ്പുറത്ത് കയറി നിന്ന് അത്യുച്ചത്തിൽ പാടി: ബദറിന് ഞങ്ങൾ നിങ്ങൾക്ക് പ്രതിഫലം തന്നു. പിതാവും പിതൃവ്യനും സഹോദരനും മകനും നഷ്ടപ്പെട്ട സങ്കടം എനിക്ക് ഇന്നാണ് തീർന്നത്. എനിക്ക് മനസ്സമാധാനമായി. എൻ്റെ ശപഥം ഞാൻ നിറവേറ്റി. എൻ്റെ മനം കുളിർപ്പിച്ച വഹ്ഷിയോട് മരണം വരെ ഞാൻ കടപ്പെട്ടവളാണ്. നബിയുടെ ഹൃദയത്തെ കുത്തിക്കീറിയ സംഭവമായിരുന്നു അത്. ഹംസയുടെ കാര്യത്തിൽ അദ്ദേഹം ദുഃഖിച്ചതുപോലെ മറ്റാരുടെ മരണത്തിലും ദുഃഖിച്ചിട്ടില്ല. പിതൃവ്യന്റെ വേർപാടിലുപരി ആ മൃതദേഹത്തിന്റെ ദുരവസ്ഥയാണ് നബിയെ അധികം വേദനിപ്പിച്ചത്. ഹിന്ദാണ് അതിന് കാരണക്കാരി. ഖുറൈശി നേതാക്കൾക്ക് പോലും തിരുമേനിയെ ഇത്രയേറെ വേദനിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ ഹിന്ദ് ഇതാ ഇന്ന് അദ്ദേഹത്തിന്റെ മുന്നിൽ. ഉഹുദിന് ശേഷമുണ്ടായ മുസ്ലിങ്ങളുടെ ഓരോ വിജയവും ഹിന്ദിന്റെ ഹൃദയത്തിൽ ആഘാതങ്ങളേൽപ്പിച്ചു. നേതാക്കളുടെ കാര്യപ്രാപ്തിയിലും ദൈവങ്ങളുടെ കഴിവിൽ പോലും ചിലപ്പോൾ അവർക്ക് സംശയം തോന്നാറുണ്ട്. ഇസ്ലാമിനെയും മുഹമ്മദിനെയും എതിർക്കാൻ തുടങ്ങിയിട്ട് കൊല്ലങ്ങൾ പലത് കഴിഞ്ഞു. ഖുറൈശികൾ എന്തു നേടി? ഹംസയെ കൊല്ലാൻ വരെ വഹ്ഷി എന്ന അടിമ വേണ്ടിവന്നു. ഇസ്ലാം ദൈനംദിനം ശക്തിയാർജിച്ചു വരുന്നു. ലാത്ത്, ഉസ്സ, ഹുബല്, മനാത്ത് തുടങ്ങിയ ദൈവങ്ങളുടെ കഴിവെവിടെ? മനസ്സിന്റെ ഒരു കോണിൽ ഇത്തരം ചോദ്യങ്ങൾ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിനെ അവഗണിച്ച് പിതാക്കളുടെ പാരമ്പര്യത്തിൽ അവർ ഉറച്ചുനിന്നു. അങ്ങനെയിരിക്കെയാണ് ഖുറൈശികൾ ഹുദൈബിയ സന്ധി ലംഘിച്ചതിനെ തുടർന്ന് നബിയും 10,000 അനുയായികളും മക്കയെ ലക്ഷ്യമാക്കി നീങ്ങിയത്. നബി തിരുമേനിയെ സമാധാനിപ്പിക്കാനും സന്ധിക്ക് പുനഃപ്രാബല്യം നേടാനും ഖുറൈശികൾക്കു വേണ്ടി അബൂ സുഫിയാൻ മദീനയിൽ നടത്തിയ ശ്രമം വിഫലമായപ്പോൾ തന്നെ ഈ സൈനിക നടപടി അവർ പ്രതീക്ഷിച്ചതാണ്.
ഒരു നിലക്കും മുസ്ലിങ്ങളെ നേരിടാൻ തങ്ങൾ ശക്തരല്ലെന്ന് അവർക്കുറപ്പുണ്ട്. നബിയുടെയും അനുയായികളുടെയും മക്കയിലേക്കുള്ള തിരിച്ചുവരവോടെ തങ്ങളുടെ ഭാവി എന്താകും? നഗരത്തിനു പുറത്ത് താവളമടിച്ച മുസ്ലിം സൈന്യത്തിന്റെ വിവരങ്ങൾ മണത്തറിയാൻ അബൂ സുഫിയാൻ പുറത്തിറങ്ങി നടന്നു. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന്റെ മുന്നിലാണ് ചെന്ന് ചാടിയത്. അബൂ സുഫിയാനെ തിരിച്ചറിഞ്ഞ അബ്ബാസ് ഇങ്ങനെ പറഞ്ഞു: അബൂ ഹൻലല, താങ്കളുടെ സ്ഥിതി കഷ്ടം തന്നെ. നബി ജനങ്ങളെ നയിച്ച് ഇതാ വന്നിരിക്കുന്നു. അദ്ദേഹം കാലത്ത് മക്കയിലേക്ക് നീങ്ങിയാൽ ഖുറൈശികളുടെ പൊടി പോലും ബാക്കിയുണ്ടാവില്ല. ഇനിയെങ്കിലും താങ്കൾക്ക് വിശ്വസിക്കാറായില്ലേ? അതിന് എന്തു മാർഗം? അബൂ സുഫിയാൻ ചോദിച്ചു. അബ്ബാസ് അദ്ദേഹത്തെ വാഹനത്തിന്റെ പിറകിലിരുത്തി മുസ്ലിം താവളങ്ങളിലൂടെ കൊണ്ടുപോയി. മുശ്രിക്കുകളിൽ ഭീതി ജനിപ്പിക്കാൻ 10,000 ഭടന്മാർ തീ ആളിക്കത്തിക്കുന്നു. ഉമർ ബിൻ ഖത്താബിന്റെ അടുപ്പിനടുത്ത് എത്തിയപ്പോൾ അബൂ സുഫിയാനെ കണ്ടതും ആ ശത്രു നേതാവിന്റെ കഴുത്തുവെട്ടാൻ സമ്മതത്തിനായി അൽ ഫാറൂഖ് തിരുമേനിയുടെ തമ്പിലേക്ക് ഓടി. പിന്നാലെ അബ്ബാസുമെത്തി. അള്ളാഹുവിന്റെ റസൂലെ, ഞാനാണ് അദ്ദേഹത്തിന് അഭയം നൽകിയത്, അബ്ബാസ് ബോധിപ്പിച്ചു. നബിയുടെ തീരുമാനം കേൾക്കാൻ ജനം ശ്വാസമടക്കിപ്പിടിച്ചു നിന്നു. അദ്ദേഹം ഇന്ന് താങ്കളുടെ ക്യാമ്പിൽ കഴിയട്ടെ. നേരം വെളുത്തിട്ട് എൻ്റെ മുമ്പിൽ ഹാജരാക്കൂ, തിരുമേനി പിതൃവ്യനെ ഉപദേശിച്ചു. ഖുറൈശി തലവനായ തന്റെ ഭാവിയിൽ ഉത്കണ്ഠാകുലനായി അബൂ സുഫിയാൻ നേരം വെളുപ്പിച്ചു. പുലർച്ചയ്ക്ക് തന്നെ അദ്ദേഹത്തെ മുഹാജിറുകളിലെയും അൻസ്വാരികളിലെയും പ്രമുഖന്മാർ ഇരിക്കുന്ന പ്രവാചക സദസ്സിൽ ഹാജരാക്കി. നബി സംസാരിച്ചു. കഷ്ടം അബൂ സുഫിയാൻ, താങ്കൾക്ക് ഇനിയും അല്ലാഹുവല്ലാതെ ആരാധ്യനില്ലെന്ന് മനസ്സിലാക്കാനായില്ലേ? താങ്കൾ എത്രമാത്രം വിവേകശാലിയും മഹാമനസ്കനും കുടുംബസ്നേഹിയുമാണ്. അള്ളാഹുവിൻ്റെ കൂടെ മറ്റൊരു ദൈവമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം കിട്ടേണ്ടിയിരുന്നില്ലേ എന്ന് ഞാൻ ഓർത്തിട്ടുണ്ട്. കഷ്ടം അബൂ സുഫിയാൻ, ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് മനസ്സിലാക്കാൻ താങ്കൾക്ക് സമയമായില്ലേ? താങ്കൾ വിവേകിയും ഉദാരമനസ്കനും കുടുംബസ്നേഹിയുമാണ്. താങ്കൾ ഇപ്പറഞ്ഞ കാര്യത്തെക്കുറിച്ച് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ചിലത് ബാക്കിയുണ്ട്. ഈ സമയം അബ്ബാസ് ഇടപെട്ട് ഇങ്ങനെ പറഞ്ഞു: ഛേ, വധിക്കപ്പെടുന്നതിന് മുമ്പായി അള്ളാഹുവല്ലാതെ ആരാധ്യനില്ലെന്നും മുഹമ്മദ് അള്ളാഹുവിൻ്റെ ദൂതനാണെന്നും താങ്കൾ സാക്ഷ്യപ്പെടുത്തുക. അങ്ങനെ ഹിന്ദിന്റെ ഭർത്താവ് ഷഹാദത്ത് കലിമ ചൊല്ലി. അപ്പോൾ അബൂ സുഫിയാന്റെ ആഢ്യത്വത്തെ പ്രീതിപ്പെടുത്തത്തക്ക വല്ലതുകൊണ്ടും അദ്ദേഹത്തെ ആദരിക്കാൻ അബ്ബാസ് നബിയോട് അഭ്യർത്ഥിച്ചു. തിരുമേനി പ്രസ്താവിച്ചു: ശരി, അബൂ സുഫിയാന്റെ വീട്ടിൽ കടക്കുന്നവൻ സുരക്ഷിതനാണ്. വാതിലടച്ച് വീട്ടിലിരിക്കുന്നവൻ സുരക്ഷിതനാണ്. മസ്ജിദുൽ ഹറമിൽ കടക്കുന്നവൻ സുരക്ഷിതനാണ്. ഖുറൈശികൾ മുസ്ലിം സൈന്യത്തിന്റെ ആഗമനത്തിൽ ഭീതി പൂണ്ട് കഴിയുമ്പോഴാണ് താഴ്വരയിൽ നിന്ന് അബൂ സുഫിയാന്റെ വിളി കേട്ടത്. വിവരമറിയാൻ ജനം ഓടിക്കൂടി. കൂട്ടത്തിൽ ഹിന്ദും. ഖുറൈശികളെ, നിങ്ങൾക്ക് നേരിടാൻ കഴിയാത്തത്ര സൈന്യത്തെ നയിച്ചാണ് മുഹമ്മദ് വന്നിരിക്കുന്നത്. അബൂ സുഫിയാന്റെ വീട്ടിൽ കടന്നവൻ സുരക്ഷിതനാണ്. പള്ളിയിൽ കടന്നവൻ സുരക്ഷിതനാണ്. വാതിലടച്ച് വീട്ടിലിരിക്കുന്നവൻ സുരക്ഷിതനാണ്. അബൂ സുഫിയാൻ വിളംബരം ചെയ്തു. ഇത് കേട്ട് സഹിക്കാനാവാതെ ഹിന്ദ് അദ്ദേഹത്തിന്റെ താടി പിടിച്ച് ഇപ്രകാരം അലറി: ഖുറൈശികളെ, നിർഗുണനായ ഈ നീചനെ നിങ്ങൾ കൊല്ലുക. കഴിവില്ലാത്ത ഒരു നേതാവ്. ഭാര്യയെ തള്ളി മാറ്റിക്കൊണ്ട് അബൂ സുഫിയാൻ പറഞ്ഞു: വിട്ടുനിൽക്കൂ മക്കക്കാരെ, ഇവളുടെ വാക്ക് കേട്ട് വഞ്ചിതരായി നിങ്ങൾ ജീവൻ അപകടത്തിലാക്കരുത്. ഹിന്ദ് വീണ്ടും അട്ടഹസിച്ചു: ബുദ്ധിയില്ലാത്ത ഈ കിഴവനെ നിങ്ങൾ കൊല്ലുക. ജീവനും നാടും രക്ഷിക്കാൻ നിങ്ങൾ പോരാടുന്നില്ലേ? നാവടക്കി വീട്ടിൽ പോകൂ, അബൂ സുഫിയാൻ ബുദ്ധി ഉപദേശിച്ചു. ജനം മരണഭയത്താൽ അവരവരുടെ വീടുകളിൽ കടന്ന് കഥകടച്ചു. അതാ വരുന്നു മക്കയെ കിടിലം കൊള്ളിക്കുന്ന മുസ്ലിം ജനാവലി. അള്ളാഹു മാത്രമാണ് ആരാധ്യൻ. അവൻ വാക്കുപാലിച്ചു. അവന്റെ ദാസനെ സഹായിച്ചു. ഏകാഗിയായി അവൻ എതിർശക്തികളെ തോൽപ്പിച്ചു എന്ന മുദ്രാവാക്യത്തോടെ ദശസഹസ്രങ്ങൾ മക്കയിൽ കടന്നു. മട്ടുപ്പാവുകളിൽ കയറി നിന്നും ജാലകപ്പഴുതുകളിലൂടെയും മക്കാവാസികൾ ആ കാഴ്ച നോക്കി നിന്നു. സുഹൈലിബിന് അമ്ര, സഫ്വാനുബിന് ഉമയ്യ, ഇക്രിമത്തുബിന് അബീ ജഹൽ എന്നിവരുടെ നേതൃത്വത്തിൽ ഒരു സംഘം ഖുറൈശികൾ മുസ്ലിങ്ങളോട് ഏറ്റുമുട്ടിയെങ്കിലും നിഷ്പ്രയാസം തുരത്തപ്പെട്ടു. 3 നേതാക്കളും ഓടിപ്പോയി. ക്ഷോഭം കെട്ടടങ്ങിയ ശേഷം അവധാനപൂർവം പ്രശ്നത്തെ വിലയിരുത്തുകയും ജാലകപ്പഴുതിലൂടെ ചരിത്രപ്രധാനമായ രംഗങ്ങൾ വീക്ഷിക്കുകയും ചെയ്ത ഹിന്ദിന്റെ പഴയ ധാരണകൾ തകർന്നുകൊണ്ടിരുന്നു. അനേകം ദൈവങ്ങൾ ഉണ്ടായിട്ട് എന്തു ഫലം?
ദൈവങ്ങളുടെ നിലനിൽപ്പിനും അന്തസ്സിനുമാണ് 20 കൊല്ലത്തോളം മുസ്ലിങ്ങളോട് വിട്ടുവീഴ്ചയില്ലാതെ പൊരുതിയത്. ദൈവങ്ങൾക്ക് സ്വന്തം നിലനിൽപ്പ് ഉറപ്പുവരുത്താൻ കഴിവില്ലെങ്കിൽ അന്യരെ എങ്ങനെ രക്ഷിക്കും? നബി അതാ ഒട്ടകപ്പുറത്ത് മക്കയിലേക്ക് കടന്നു വരുന്നു. ഹിന്ദിന് അദ്ദേഹത്തെ നല്ല പരിചയമുണ്ട്. മുഖം സൂക്ഷിച്ചു നോക്കി. വിജയത്തിൻ്റെ ആഹ്ലാദത്തിമിർപ്പില്ല, അഹംഭാവമില്ല. താടി ഒട്ടകപ്പുറത്ത് തട്ടത്തക്ക വിധം വിനയത്താൽ നമ്രശിരസ്കനായി കഅബയെ ലക്ഷ്യമാക്കി നീങ്ങുകയാണ് അദ്ദേഹം. സന്ധ്യയായി. മുസ്ലിങ്ങൾ ഭക്തിപുരസരം കഅബയിൽ സമ്മേളിച്ചു. ചിലർ തവാഫ് ചെയ്യുന്നു, ചിലർ ഖുർആൻ ഓതുന്നു, മറ്റു ചിലർ ധ്യാനനിരതരായി ഇരിക്കുന്നു. ഒരു വിഭാഗം നമസ്കരിക്കുന്നു. മുമ്പൊരിക്കലും കഅബയ്ക്ക് ഇത്ര ഗാംഭീര്യവും ഭക്തിഛായയും ഹിന്ദ് കണ്ടിട്ടില്ല. തന്നെയും അനുയായികളെയും ക്രൂരമായി മർദ്ദിക്കുകയും നാട്ടിൽ ജീവിക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്ത ശത്രുക്കളോട് നബി, നിങ്ങളെ ഇന്ന് ഞാൻ ശിക്ഷിക്കുന്നില്ല, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ, അവൻ ദയാലുക്കളിൽ ദയാലുവാണ്, പോകൂ, നിങ്ങളെ വെറുതെ വിട്ടിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചതുകൂടി കേട്ടപ്പോൾ ഹിന്ദിൻ്റെ മനസ്സ് പൂർണ്ണമായും മാറി. ഈ സമയം അബൂ സുഫിയാൻ തൻ്റെ അനുഭവങ്ങൾ ഭാര്യയെ കേൾപ്പിച്ചു. അബ്ബാസിൻ്റെ ഉപദേശപ്രകാരം നബിയുടെ സന്നിധിയിൽ പോയതും ഉമർ കൊല്ലാൻ തിരുമേനിയോട് സമ്മതം ചോദിച്ചതും തത്സമയം അബ്ബാസ് രക്ഷപ്പെടുത്തിയതും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ പ്രേരണയാൽ ഷഹാദത്ത് കലിമ ചൊല്ലിയതും തിരുമേനി പ്രത്യേക പദവി നൽകി ആദരിച്ചതും വിവരിച്ചു കൊടുത്തു. അപ്പോൾ ഹിന്ദിന് ഒരു സംശയം. മരണത്തെ പേടിച്ച് നാം മുസ്ലിങ്ങളാവുകയാണോ? എങ്കിൽ നാം എത്ര മോശക്കാരാണ്. സംശയിക്കാതിരിക്കൂ, നമ്മുടെ ദൈവങ്ങൾ നമുക്ക് ഒരു സഹായവും ചെയ്തില്ല. മദീനയിൽ വെച്ച് ഉമ്മു ഹബീബ എന്നോട് പറഞ്ഞതുപോലെ അവ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത കല്ലുകളാണ്. കഷ്ടം, ഈ സത്യം എൻ്റെ പിതാവ് പിതൃവ്യൻ അബുൽ ഹക്കമുബിൻ ഹിഷാം, ഉമയ്യത്ത് ബിൻ ഖലഫ്, വലീദ് ബിനുൽ മുഗൈറ തുടങ്ങിയ നേതാക്കൾ എങ്ങനെ അറിയാതെ പോയി? അവർ ദുർമാർഗത്തിലായിരുന്നു. നമ്മെ അള്ളാഹു സന്മാർഗത്തിലാക്കി. മുഹമ്മദിനെ അഭിമുഖീകരിക്കാനുള്ള ലജ്ജയാൽ എന്നെ ഭൂമി വിഴുങ്ങിയെങ്കിൽ എന്നാണ് എൻ്റെ ആഗ്രഹം. ധൈര്യമായിരിക്കൂ, അദ്ദേഹം മഹാമനസ്കനാണ്, നിനക്ക് മാപ്പ് തരാതിരിക്കില്ല. അങ്ങനെയാണ് പിറ്റേന്ന് കാലത്ത് ഇക്രിമത്തിൻ്റെ ഭാര്യ ഉമ്മു ഹക്കീം, സഫ്വാൻ ബിൻ ഉമയ്യയുടെ ഭാര്യ ബഗൂം തുടങ്ങിയ പ്രമുഖ വനിതകളെ സംഘടിപ്പിച്ച് മുഖം മൂടിയണിഞ്ഞ് ഹിന്ദ് തിരുസന്നിധിയിലെത്തിയത്. നബി മാപ്പ് നൽകിയപ്പോൾ ഹിന്ദ് വികാരപരവശയായി പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദൂതരെ, ഇസ്ലാമിനെ വിജയിപ്പിച്ച് അങ്ങയുടെ കാരുണ്യം നേടാൻ തുണച്ച അള്ളാഹുവിന് സ്തുതി. ഞാൻ അള്ളാഹുവിൽ ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന സ്ത്രീയാണിപ്പോൾ. നിനക്ക് സ്വാഗതം, മന്ദസ്മിതത്തോടെ തിരുമേനി പ്രസ്താവിച്ചു. തുടർന്ന് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. നിങ്ങൾ വ്യഭിചരിക്കരുത്. സ്വതന്ത്ര സ്ത്രീ വ്യഭിചരിക്കുമോ? ഹിന്ദ് ചോദിച്ചു. നിങ്ങൾ നിങ്ങളുടെ സന്താനങ്ങളെ കൊല്ലരുത്. അള്ളാഹുവിൻ്റെ റസൂലെ, ഞങ്ങൾ ശൈശവത്തിലവരെ വളർത്തി, യുവത്വത്തിൽ ബദറിലങ്ങ് അവരെ കൊന്നു. അങ്ങയോട് അതിനെപ്പറ്റി കൂടുതൽ പറയേണ്ടതില്ലല്ലോ. മകൻ അബൂ ഖൈസ് മുസ്ലിങ്ങളുടെ കയ്യാൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതിനെയാണ് ഹിന്ദ് ഇവിടെ സൂചിപ്പിച്ചത്. നബി ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. ഈ സമയം സദസ്സിലുണ്ടായിരുന്ന ഉമറുൽ ഫാറൂഖ് ബദറിൽ മുസ്ലിങ്ങൾക്ക് അള്ളാഹു ചെയ്ത അനുഗ്രഹം വിവരിച്ചു കൊടുത്ത് അവരെ സമാധാനിപ്പിച്ചു. നിങ്ങളുടെ കൈകാലുകൾക്കിടയിൽ കെട്ടിച്ചമച്ച അപവാദം നിങ്ങൾ ഉന്നയിക്കരുത്. അപവാദം ഉന്നയിക്കുന്നത് ഹീനം തന്നെയാണ്. ഹിന്ദ് സമ്മതിച്ചു. നല്ല കാര്യത്തിൽ നിങ്ങൾ എന്നെ ധിക്കരിക്കരുത്. നല്ല കാര്യത്തിൽ അങ്ങയെ ധിക്കരിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഞങ്ങൾ ഈ സദസ്സിൽ വരുമായിരുന്നില്ല. ഹിന്ദിൻ്റെ വിശ്വാസം അടിയുറച്ചതാണെന്ന് അവരുടെ മറുപടിയിൽ നിന്ന് നബിക്ക് ബോധ്യമായി. പ്രതിജ്ഞ കഴിഞ്ഞപ്പോൾ ഹിന്ദ് ഇത്രയും കൂടി പറഞ്ഞു, അങ്ങയുടെ വീട്ടുകാരെ പോലെ നശിച്ചു കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ച ഒരു കുടുംബം ഭൂമുഖത്തുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് അങ്ങയുടെ വീട്ടുകാരെ പോലെ നന്നായിത്തീരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കുടുംബം ഭൂമുഖത്ത് ഇല്ലാതായിത്തീർന്നിട്ടുണ്ട്. നബി അവരോട് നന്ദി പറയുകയും അവരുടെ പാപമോചനത്തിന് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഹസ്തദാനം പ്രതിജ്ഞയുടെ ഒരു മുഖ്യ ഘടകമാണെന്ന് ധരിച്ച ഹിന്ദ് ഇറങ്ങാൻ നേരത്ത് തിരുമേനിയോട് ഇങ്ങനെ ഉണർത്തി, അള്ളാഹുവിൻ്റെ ദൂതരെ, ഞങ്ങൾ അങ്ങേക്ക് കൈ തന്നില്ലല്ലോ. നബി പ്രതിവചിച്ചു, ഞാൻ സ്ത്രീകൾക്ക് കൈ കൊടുക്കുകയില്ല. 100 സ്ത്രീകളോടുള്ള എൻ്റെ വാക്കും ഒരു സ്ത്രീയോടുള്ള എൻ്റെ വാക്കും ഒരുപോലെയാണ്. അള്ളാഹുവേയും നബിയെയും സ്നേഹിച്ചാണ് പിന്നെ ഹിന്ദ് ജീവിച്ചത്. ജാഹിലിയത്തിൻ്റെ എല്ലാ സംസ്കാരത്തെയും ഒറ്റയടിക്ക് വലിച്ചെറിഞ്ഞ് അവർ ഇസ്ലാമിക നിയമങ്ങൾ അനുസരിച്ച് ജീവിതം പുനഃസംവിധാനം ചെയ്തു. അതോടൊപ്പം ഷിർക്കിൽ കഴിയുന്ന ഖുറൈശി വനിതകളെ സന്മാർഗത്തിലേക്ക് കൊണ്ടുവരാനും യത്നിച്ചു.
ഉമർ ഇബ്നുൽ ഖത്താബിൻ്റെ ഖിലാഫത്ത് കാലത്താണ് അവർ അന്തരിച്ചത്. സ്വഹാബിയും പ്രസിദ്ധ ഭരണതന്ത്രജ്ഞനും ബനു ഉമയ്യ ഭരണസ്ഥാപകനുമായ മുആവിയ ഹിന്ദിൻ്റെ പുത്രനാണ്. നന്ദി.